പ്രഭു, മതപുരോഹിതനായ കയഫാസ് അങ്ങയെ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. ഈ സമയത്തോ? എന്തിനാ? ആഗമനോദ്ദേശം ഒന്നും അടിയനോട് പറഞ്ഞില്ല. ഭരണകാര്യങ്ങൾ സംസാരിക്കുവാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നുവെന്ന് പുരോഹിതനെ അറിയിച്ചേക്ക. ഉത്തരവ്. പ്രഭു. എന്തേ, പുരോഹിതൻ പോയില്ലേ? ഇല്ല, എന്തോ അടിയന്തര കാര്യം അവിടത്തോട് ഉണർത്തിക്കാനുണ്ടെന്നാണ് പറയുന്നത്. ശരി, എങ്കിൽ വരാൻ പറയൂ. റോമൻ ഗവർണറായ പൊന്തിയോസ് പിലാത്തോസിന് പ്രധാന മതപുരോഹിതനായ ഈ ജോസഫ് ബെൻ കയ്യാഫാസ് വന്ദനം ചൊല്ലുന്നു. താങ്കൾ വന്നതിന്റെ ഉദ്ദേശം? ഒരു കാര്യം അങ്ങയോട് ഉണർത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സമയത്ത് വന്നത്. എന്താണ് അങ്ങയ്ക്ക് പറയാനുള്ളത്? അത് മറ്റൊന്നുമല്ല, ആ നസ്രയനെ കുറിച്ചാണ്. നിർത്ത്! നസ്രായൻ, നസ്രായൻ, നസ്രായൻ! ഇനി ഒരക്ഷരം അവനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. ഒരു നിരപരാധിയെ ക്രൂശിലേറ്റിയതിന്റെ കുറ്റബോധത്താൽ എന്റെ മനസ്സിപ്പോഴും നീറുകയാണ്. അങ്ങ് എന്തിനിങ്ങനെ ക്ഷോഭിക്കുന്നു? റോമിനെതിരെ വിപ്ലവത്തിന് ശ്രമിച്ച കുറ്റത്തിനല്ലേ അങ്ങ് ആ നസ്രയനെ കുരിശുമരണത്തിന് വിധിച്ചത്? കയ്യഫ, ഞാനൊരു വിഡ്ഢിയാണെന്ന് നിങ്ങൾ കരുതിയോ? നിങ്ങളുടെ അച്ചാരം വാങ്ങിക്കൊണ്ടല്ലേ ആ ജനക്കൂട്ടം അവന്റെ കുരിശുമരണത്തിനായി മുറവിളി കൂട്ടിയത്? അതങ്ങയുടെ തെറ്റിദ്ധാരണ മാത്രം. ആ നസ്രയനെ ക്രൂശിച്ചതുകൊണ്ട് എനിക്കെന്താണ് നേട്ടം? മതപുരോഹിതനായ ഈ ജോസഫ് ബെൻ കയ്യാഫാസ് എന്ന ഞാൻ എവിടെ നിൽക്കുന്നു? വെറും പീറത്തച്ഛന്റെ മകനായ ആ നസ്രായൻ എവിടെ നിൽക്കുന്നു? കയ്യഫാസ്, എനിക്ക് വേണമെങ്കിൽ ഈ നിമിഷം നിങ്ങളെ തുറുങ്കിലടയ്ക്കാം. എന്നെയോ? എന്തിന്? എന്ത് കുറ്റത്തിന്? റോമിനെതിരെ വലിയ വിപ്ലവത്തിന് ശ്രമിച്ച കൊടും കുറ്റവാളിയായ ബറാബാസിന്റെ മോചനത്തിന് നിങ്ങൾ ചുക്കാൻ പിടിച്ചതിന്. പ്രഭു, അങ്ങെന്നോട് ക്ഷമിക്കണം. ഞങ്ങളുടെ നീതിനായ പ്രമാണങ്ങൾക്കെതിരെ ആ നസ്രയൻ പ്രവർത്തിക്കുകയും ദൈവദൂഷണമാണെന്ന് പറഞ്ഞു പരത്തുകയും ചെയ്തപ്പോഴാണ് കുരിശുമരണം കാത്തുകിടന്ന ആ ബറാബാസിനെ മോചിപ്പിക്കാൻ. മതപുരോഹിതനായ അങ്ങയിൽ നിന്നും ഒരിക്കലും അതുണ്ടാവാൻ പാടില്ലായിരുന്നു. ശരി, നിങ്ങൾ വന്ന കാര്യം ഇതുവരെ പറഞ്ഞില്ല. അത് ആ നസ്രായൻ മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർക്കുമെന്ന പ്രവചനം അങ്ങേക്കും അറിവുള്ളതല്ലേ? അതിന് അത് ഏത് വിധേയനെയും തടയണം. അവനെങ്ങാനും ഉയർത്തെഴുന്നേറ്റാൽ അപ്പോൾ നിങ്ങളും ആ പ്രവചനത്തിൽ വിശ്വസിക്കുന്നു അല്ലേ കയ്യഫ? അല്ല, ഇനി അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഈ ജനമിളകും. അപ്പോ കയ്യഫയ്ക്ക് ജനങ്ങളെ ഭയമുണ്ട്. അവനെങ്ങാനും ഉയർത്തെഴുന്നേറ്റാൽ പുരോഹിതവർഗമായ നിങ്ങൾക്ക് സർവനാശമാണ് കയ്യഫ. അതെ, അതുകൊണ്ട് ആ നസ്രയൻ ഒരു കാരണവശാലും ഉയർത്തെഴുന്നേൽക്കരുത്. അതിന് അങ്ങക്ക് എന്താണ് ചെയ്യാനാവുക? അവന്റെ കല്ലറയ്ക്ക് മുന്നിൽ രാവും പകലും 2 പടയാളികളെ നിയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. അവൻ ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ നിങ്ങളുടെ ദൈവത്തോട് പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്ക. അപ്പോ അങ്ങക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ലേ? ഇല്ല. കൊടും കുറ്റവാളിയായ ബറാബാസിനെ നിരുപാധികം വിട്ടയച്ച്
ഒരു നിരപരാധിയെ കുരിശുമരണത്തിന് വിധിച്ചതിന്റെ കുറ്റബോധം എന്നെ ഇപ്പോഴും വേട്ടയാടുകയാണ്. അതിനു കാരണക്കാരായ നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ് കയ്യഫ. എന്റെ മനസ്സിന്റെ താളം തെറ്റും മുമ്പ് ഒന്ന് പോയി തരുവോ? കയ്യഫ പോയിട്ട് ഒത്തിരി നേരമായല്ലോ. ഇനി ഗവർണർ പീലാത്തോസ് എങ്ങാനും മുഖം കാണിച്ചില്ല എന്നുണ്ടോ? ഏയ്, അങ്ങനെ വരാൻ കഴിയില്ല. ഇവിടുത്തെ പുരോഹിതവർഗമായ നമ്മളെ പിണക്കിക്കൊണ്ട് ഭരണം നടത്താൻ കഴിയില്ലെന്ന് ഗവർണർക്ക് നന്നായി അറിയാം. അതൊക്കെ ശരി തന്നെ. പക്ഷേ പീലാത്തോസിനും അവൻ്റെ ഭാര്യയ്ക്കും ആ നസ്രായനോടല്പം മമത ഉണ്ടായിരുന്നില്ലേ എന്നൊരു സംശയം. അത് ശരിയാന്നാ എനിക്കും തോന്നുന്നേ. പിന്നെ ആ നസ്രായൻ മരിച്ചിട്ട് 3-ാം ദിവസമാകാൻ കുറച്ച് നാഴികകളല്ലേ ഉള്ളൂ. ആ നസ്രായനെങ്ങാനും ഉയർത്തെഴുന്നേറ്റാൽ പിന്നെ നമ്മളിവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ല, ആ വരുന്നത് കയ്യഫ അല്ലേ? അതെ അതെ അതെ, അത് കയ്യഫ തന്നെ. എന്തായി കയ്യഫ? ഗവർണറെ കണ്ടോ? എന്താണ് പറഞ്ഞത്? ആ നസ്രായന്റെ കബറിടത്തിന് മുന്നിൽ 2 പടയാളികളെ കാവൽ നിർത്തിയതിൽ കൂടുതൽ ഒന്നും ചെയ്യില്ലെന്ന്. പിന്നെ ആ നസ്രായൻ ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ നമ്മളോട് പോയി മുട്ടിപ്പായി പ്രാർത്ഥിച്ചോളാൻ. അത് നമ്മളെ ഒന്ന് കൊള്ളിച്ച് പറഞ്ഞതാണല്ലോ. വേറെന്താ പറഞ്ഞേ? ബറാബാസ് എന്ന കൊടും കുറ്റവാളിയെ മോചിപ്പിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത് നമ്മളാണെന്ന പ്രേരണാകുറ്റം ചുമത്തി നമ്മുടെ തുറങ്കിലടയ്ക്കുമെന്ന്. ആ നസ്രയൻ നീതിമാനായിരുന്നെന്നും അവനെ കുരിശുമരണത്തിന് വിധിച്ചതിൽ ഗവർണർക്ക് കുറ്റബോധമാണ് പോലും. ആ നസ്രായനെ ക്രൂശിലേറ്റി കൊല്ലണ്ടായിരുന്നു. ചാട്ടവാർ കൊണ്ടടിച്ച് മൃതപ്രാണനാക്കി നാടുകടത്തിയാ മതിയായിരുന്നു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ജെറുസലേം ദേവാലയത്തിൽ ആ നസ്രായൻ പള്ളിക്കകത്ത് കാട്ടിക്കൂട്ടിയ സംഭവങ്ങൾ നിങ്ങൾ മറന്നോ? കച്ചവടക്കാരെയും നാണയ കൈമാറ്റക്കാരെയും ചാട്ടവാറുകൊണ്ട് അവൻ ചുഴറ്റി ഓടിച്ചില്ലേ? നമ്മൾക്ക് കിട്ടേണ്ടിയിരുന്ന വിഹിതമല്ലേ അവൻ ഇല്ലാണ്ടാക്കിയത്? നമ്മളിങ്ങനെ തർക്കിക്കാതെ ഒരു പോംവഴി കണ്ടെത്ത്. ആ യൂദാസിനെ പിണക്കി വിടേണ്ടായിരുന്നു. ഒരുപക്ഷെ അവന് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ? യൂദാസിനെ കൊണ്ട് എന്ത് സഹായമാണ് നീ ഉദ്ദേശിക്കുന്നത്? നസ്രായന്റെ ഉയർപ്പുമായിട്ട് എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ ശിഷ്യനായ അവൻ അത് അറിയാതിരിക്കുമോ? പക്ഷേ ഇവിടുന്ന് ആ നാണയക്കിഴിയുമായി പോയതിനു ശേഷം അവനെ ആരും കണ്ടിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെയല്ല, മറ്റൊരു വഴിക്കാണ് ചിന്തിക്കുന്നത്. മറ്റൊരു വഴിയോ? അതെന്താണ്? ആദ്യം നമ്മൾ ബറാബാസിനെ കണ്ടെത്തുക. യൂദാസിനെ വീഴ്ത്തിയ അതേ തന്ത്രം. പണക്കിഴി കൊടുത്ത് അവനെയും നമ്മൾ വശത്താക്കും. എന്നിട്ട് അവനെ കൊണ്ട് എന്ത് പ്രയോജനം? ഇനി നസ്രയനെങ്ങാനും ഉയർത്തെഴുന്നേറ്റാൽ തന്നെ അവന്റെ ശിഷ്യരുടെ ആവശ്യപ്രകാരം ബറാബാസാണ് അവന്റെ മൃതശരീരം കല്ലറയിൽ നിന്ന് നീക്കം ചെയ്തതെന്ന് ബറാബാസിനെ കൊണ്ട് തന്നെ നമ്മൾ പീലാത്തോസിന് മൊഴി കൊടുപ്പിക്കും. അത് കൊള്ളാം. അതോടെ ബറാബാസിന്റെയും നസ്രായന്റെയും അവന്റെ ശിഷ്യരുടെയും ശല്യം ഒറ്റയടിക്ക് തീരും. അപ്പോഴും നമ്മുടെ പ്രശ്നം തീരുന്നില്ലല്ലോ. അതെ അതെ, ഇനിയെങ്ങാനും ആ നസ്രായൻ യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റാൽ അതവന്റെ ശിഷ്യരും അനുയായികളും വിശ്വസിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നസ്രായൻ ഇനി വെറും മടഞ്ഞ അധ്യായം മാത്രം. അതെ, അതാണ് ശരി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ബറാബാസിനെയും യൂദാസിനെയും ഉടനെ കണ്ടെത്തുക. അവൻ പറഞ്ഞ ആ 3-ാം ദിവസത്തിന് ഇനി അധികം നേരമില്ല. നമുക്ക് വേഗം അവരെ കണ്ടെത്താം. ശരി ശരി.
എന്റെ ഗുരു, മാപ്പ് മാപ്പ് ഗുരു. എന്നോട് പൊറുക്കണേ ഗുരു. യൂദാസ്, 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 ആരാ? നിനക്ക് മാപ്പോ യൂദാസ്? നിന്നോട് പൊറുക്കണമെന്നോ? ആരാ ഇത്? എനിക്ക് ഭയമാകുന്നു. എന്ത്? നിനക്ക് ഭയമോ? നിന്റെ ഗുരു എവിടെ? എനിക്കറിയില്ല. നിങ്ങൾ ആരാണ്? ഞാനോ? നിനക്ക് എന്നെ അറിയില്ലെന്നോ? കേവലം 30 വെള്ളിക്കാശിന് വേണ്ടി പ്രാണന് തുല്യം സ്നേഹിച്ച നിന്റെ സ്വന്തം ഗുരുവിനെ നീ ഒറ്റിക്കൊടുത്തപ്പോൾ നീ സ്വയം വഞ്ചിച്ച നിന്റെ മനസാക്ഷിയെ നിനക്കറിയില്ലെന്നോ? നീ പോ. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഗുരു, മാപ്പ് ഗുരു, മാപ്പ്. ചതിയുടെയും വഞ്ചനയുടെയും പ്രതീകമായ നിനക്ക് മാപ്പ് വേണമല്ലേ യൂദാസ്? നികൃഷ്ടരിൽ നികൃഷ്ടനായ നിനക്ക് മാപ്പില്ല യൂദാസ്, മാപ്പില്ല. നീ എന്നെ എന്തിനിങ്ങനെ പിന്തുടരുന്നു? യൂദാസ്, നീ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ശരി, നിനക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല യൂദാസ്, കഴിയില്ല. ദയവ് ചെയ്ത് എന്നെ വിട്ടു പോകുമോ? എന്നെ വിട്ടു പോകോ? ഗുരു, എനിക്കിതിൽ നിന്നും മോചനമില്ലേ? എന്ത്? നിനക്ക് മോചനമോ? തലമുറകൾ എത്ര കഴിഞ്ഞാലും ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം നിനക്ക് എന്നിൽ നിന്ന് മോചനമില്ല യൂദാസ്, എന്നിൽ നിന്ന് മോചനമില്ല. ഈ ചിരി നിർത്താനല്ലേ പറഞ്ഞത്? നിർത്താൻ. എന്റെ ഗുരു, എന്റെ മേലുള്ള ഈ പരീക്ഷണം ഒന്നു നിർത്തില്ലേ? ഇത് താങ്ങാൻ എനിക്ക് കഴിയുന്നില്ല. ആ കള്ളൻ ആ കുറ്റിക്കാട് ലക്ഷ്യമാക്കാണ് ഓടിയത്. അവനെ വിടരുത്. വേഗം വാ. നിൽക്ക്. എന്താടാ? ആ കുറ്റിക്കാടിനപ്പുറത്തുള്ള മലയിലെ ഗുഹയിലാണ് ആ നസ്രായന്റെ കല്ലറ. എനിക്ക് ചെറിയ ഭയമാകുന്നു. അതാ കള്ളൻ. വേഗം വാ. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞല്ലോ. ആ കുടത്തിനുള്ളിൽ ഭൂതത്തെയാണല്ലോ നമ്മൾ തുറന്നു വിട്ടത്. ഇനി നമ്മൾക്കിവിടെ നിൽക്കണ്ട. അതെ, നമുക്കിവിടുന്ന് വേഗം പോകാം.
ഈ ബറാബാസിനെ പിടിക്കാമെന്ന് കരുതി വിഡ്ഢികൾ ഒരിക്കൽ പിടിക്കപ്പെട്ടു. പുറം ലോകം കാണാതെ കുരിശുമരണം പ്രതീക്ഷിച്ചതാ. പക്ഷേ നിങ്ങൾ കാരണം ഞാൻ മോചിക്കപ്പെട്ടു. ഈ ജനങ്ങൾ വെറും ഭോഷന്മാർ, മേലാളന്മാരുടെ അച്ചാരം വാങ്ങി അവരുടെ കയ്യിലെ ചരട് വലിക്ക് തുള്ളുന്ന കളിപ്പാട്ടങ്ങൾ. അതുകൊണ്ടെന്താ, കള്ളനും കൊലപാതകിയുമായി നിങ്ങൾ വിശേഷിപ്പിച്ച ഈ ബറാബാസ് സ്വതന്ത്രനായി. പകരമോ ആ നിഷ്കളങ്ക രക്തം നിങ്ങൾക്ക് ലജ്ജയില്ലേ? ആരാ അവിടെ ഒളിച്ചിരിക്കുന്നേ? എന്താ ചോദിച്ചത് കേട്ടില്ലേ? ആരാണെന്നാ ചോദിച്ചേ? പുറത്തേക്ക് വാ. ആരാണ് നീ? എന്താ നിനക്ക് ചെവി കേൾക്കില്ലേ? ആരാണെന്ന് പറയാൻ. ഞാൻ യൂദാസ്. യൂദാസ്, ഈ പേര് ഈ ദിവസങ്ങളിൽ ഞാൻ പതിവായി കേൾക്കുന്നതാണല്ലോ. അത് നീ തന്നെയാണോ? ഒരു ചുംബനത്തിലൂടെ ഒറ്റിക്കൊടുത്ത നസ്രായന്റെ ശിഷ്യനായ യൂദാസ്? ആ യൂദാസ് ആണോ നീ? അതെ, ആ നസ്രായന്റെ ശിഷ്യൻ. പക്ഷെ ആ ശിഷ്യനെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത പോലും എപ്പോഴേ എനിക്കു നഷ്ടപ്പെട്ടിരിക്കുന്നു. നീ പറഞ്ഞത് വളരെ ശരിയാണ്. സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തവനെ പിന്നെ എങ്ങനെ ശിഷ്യനെന്ന് വിളിക്കും? അല്ലേ യൂദാസ്? താങ്കളാണല്ലേ ആ ബറാബാസ്? എന്താ, നിനക്ക് സംശയമുണ്ടോ? ഇല്ല ബറാബാസ്. അല്ല, അതിരിക്കട്ടെ, ഈ അസമയത്ത് നീ എന്താ ഇവിടെ? അത് ഈ ജനത്തെ എനിക്ക് ഭയമാണ് ബറാബാസ്. എന്ത്? കേവലം 30 വെള്ളിക്കാശിനു വേണ്ടി ചതിയുടെ ചുംബനം നൽകി സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്ത നിനക്ക് ഈ ജനത്തെ ഭയമോ യൂദാസ്? നിങ്ങൾക്കറിയില്ല ബറാബാസ്, കഴിഞ്ഞ കുറെ നാഴികകളായി ആ വെള്ളി നാണയങ്ങളുടെ ശബ്ദം എന്നെ വേട്ടയാടിക്കൊണ്ട് ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ ഈ കേൾക്കുന്നത്? ചതിയനും വഞ്ചകനുമായ യൂദാസിന് പശ്ചാത്താപമോ? ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കരുത്. ഗുരു, എന്റെ ഗുരു, എന്റെ നിരപരാധിത്വം ഞാൻ എങ്ങനെ തെളിയിക്കും എന്റെ ഗുരു? യൂദാസ്, ഗുരുവെന്ന വാക്ക് നീ മിണ്ടിപ്പോകരുത്. നീ നിരപരാധിയോ? സ്വന്തം പ്രാണനേക്കാൾ നിങ്ങളെ സ്നേഹിച്ച് കൂടപ്പിറപ്പുകളെപ്പോലെ കൊണ്ടു നടന്ന സ്വന്തം ഗുരുവിനെ ഒരു ചുംബനത്തിലൂടെ ഒറ്റിക്കൊടുത്തിട്ട് ഗുരുവെന്നോ? ആ മനുഷ്യനെ അങ്ങനെ ഒറ്റിക്കൊടുക്കാൻ നിനക്കൊന്നും ഒരു മനസാക്ഷിക്കുത്തുണ്ടായില്ലല്ലോ യൂദാസ്. ആ നിമിഷം, ആ മ്ലേച്ഛമായ നിമിഷം ഞാൻ വെറുക്കുന്നു ബറാബാസ്. എന്തിനാണ് ഞാനത് ചെയ്തത്? പണത്തോടുള്ള നിന്റെ ഒടുങ്ങാത്ത ആർത്തി. അല്ല, ശരിക്കും ഞാനൊരു
നിമിത്തമല്ലേ ആയത്? എന്ത് നിമിത്തമോ? മനസ്സിലായില്ല. എഴുതപ്പെട്ടതുപോലെ സംഭവിക്കണമെങ്കിൽ അവൻ മരണത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കണം. അതിന് ഈ യൂദാസ് നിമിത്തമായതല്ലേ സത്യം? കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു. നിമിത്തത്തിന്റെ ന്യായവാദം നിരത്തി നീ ചെയ്ത കൊടിയ പാപത്തിന്റെ ചോരക്കറ കഴുകിക്കളയാൻ നിനക്ക് കഴിയില്ല യൂദാസ്, നിനക്ക് കഴിയില്ല. അറിയാം. പിന്നെ ഗുരുവിനെ കാണിച്ചു കൊടുക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ന്യായങ്ങളും ന്യായപ്രതിവാദങ്ങളും നിരത്തി നീ ചെയ്ത കൊടും പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനാണോ നിന്റെ ഭാവം? അല്ല, ഒരിക്കലുമല്ല. ബറബാസ്, താങ്കൾക്കറിയോ, ദൈവപുത്രനായ എന്റെ ഗുരുവിന്റെ മഹത്വം ഇവിടെ എല്ലാവരും തിരിച്ചറിഞ്ഞു. പക്ഷേ അത് മനസ്സിലാക്കിയിട്ടും അംഗീകരിക്കാത്ത ഒരു കൂട്ടരുണ്ടായിരുന്നു. ആരായിരുന്നു അവർ? ഇവിടുത്തെ പുരോഹിതർ. അവരുടെ മുൻപിൽ എന്റെ ഗുരുവിന്റെ മഹത്വം തെളിയിക്കപ്പെടേണ്ടതിന്റെ ഉത്തരവാദിത്വം ഞാൻ സ്വയം ഏറ്റെടുത്തു. പക്ഷെ എനിക്കു തെറ്റുപറ്റി. ഗുരുവിന്റെ കൂടെ നടന്ന് അവന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടു വിശ്വസിച്ചപ്പോൾ അവൻ പിടിക്കപ്പെട്ടാലും സ്വയം രക്ഷപ്പെടുമെന്ന് വിശ്വസിച്ചു പോയി. എന്നിട്ട് അവൻ രക്ഷപ്പെട്ടോന്ന്? ഇല്ല. അവന്റെ പദ്ധതി മറ്റൊന്നായിരുന്നുവെന്ന് തിരിച്ചറിയാൻ എനിക്കു കഴിഞ്ഞില്ല. നിന്റെ ഒരു തിരിച്ചറിവ്, നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നിന്റെ ഗുരുവിന്റെ ശരീരത്തിൽ നിന്ന് വീണ ചുടുരക്തത്തുള്ളികൾ ജീവിതകാലം മുഴുവൻ നിന്നെ പിന്തുടരും. എനിക്കറിയാം ബറബാസ്. എന്റെ മനസ്സിലെ ആത്മസംഘർഷം അതെനിക്ക് പറഞ്ഞറിയിക്കാനാവുന്നില്ല. എങ്കിലും ബറബാസ്, എനിക്ക് താങ്കളോട് നന്ദിയുണ്ട്. നന്ദിയോ? എന്നോടോ? എന്തിന്? അല്പനേരത്തേക്കാണെങ്കിലും താങ്കളോട് സംസാരിച്ചപ്പോ എനിക്ക് കിട്ടിയ ആശ്വാസം. അതിരിക്കട്ടെ, അറിയാനുള്ള ഒരാഗ്രഹം കൊണ്ടാ. നിങ്ങളെങ്ങനാ ഒരു കൊലപാതകിയായത്? ഇനിയൊരു ജീവിതമില്ലെന്ന് കരുതി തടവറയ്ക്കുള്ളിൽ കിടന്നപ്പോൾ ഞാൻ കണ്ടെത്തിയ ഉത്തരത്തിന്റെ ചോദ്യം, ഞാൻ എങ്ങനെ കള്ളനും കൊലപാതകിയുമായെന്ന്. ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യമായിരിക്കാം നിങ്ങളെ ഇങ്ങനെയാക്കി തീർത്തത്, അല്ലേ ബറബാസ്? ഒരുപക്ഷെ ആയിരിക്കാം. നിങ്ങൾക്കറിയൂ, ഷാഖ്തീൻ എന്ന രത്നവ്യാപാരിയുടെ ജോലിക്കാരനായിരുന്നു ഞാൻ. അക്കാലത്ത് തന്നെയാണ് ജൂഡിയത്ത് എന്ന എന്റെ ബാല്യകാല സഖിയുമായി ഞാൻ പ്രണയത്തിലാകുന്നു. അവളുടെ നിരന്തരമായ പ്രലോഭനത്തിന് വഴങ്ങി അവൾക്ക് വേണ്ടി ഒരു രത്നമാല എന്റെ യജമാനന്റെ പക്കൽ നിന്നും ഞാൻ മോഷ്ടിച്ചു. കയ്യോടെ പിടിക്കപ്പെട്ടു. അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ എന്റെ കൈകളാൽ യജമാനൻ കൊല്ലപ്പെട്ടു. അപ്പോ ആ കൊലപാതകത്തിനാണല്ലേ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടത്? അല്ല. പിന്നെ വീണ്ടും കൊലപാതകമോ? പിന്നീട് എനിക്ക് ഒളിവ് ജീവിതമായിരുന്നു. ആ സമയത്താണ് റോമൻ പടയാളികൾ എന്റെ കുടുംബത്തെയും ഞങ്ങളുടെ സമൂഹത്തെയും നിരന്തരം പീഡിപ്പിച്ചത്.
അതിനെ ചെറുത്ത് ജയിക്കാൻ എനിക്കും എൻ്റെ കൂട്ടാളികൾക്കും കുറെ റോമൻ പടയാളികളെ കൊല്ലേണ്ടി വന്നു. ആ വിപ്ലവത്തിൻ്റെ പേരിൽ ഞാൻ പിടിക്കപ്പെട്ടു. അങ്ങനെ കുരിശുമരണം കാത്തു കിടന്നപ്പോഴാണ് പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് ആ മനുഷ്യപുത്രനെ ഞാൻ ആദ്യം കാണുന്നത്. സ്നേഹവും കരുണയും നിറഞ്ഞ ആദ്യ കടാക്ഷത്തിൽ തന്നെ കള്ളനും കൊലപാതകിയുമായ ഞാൻ പോലും മാനസാന്തരത്തിന്റെ പാതയിലായി. നമ്മുടെ കൂടിക്കാഴ്ച ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി യൂദാസ്. ചരിത്രത്തിന്റെ താളുകളിൽ ഇടം തേടാത്ത ഒരു കൂടിക്കാഴ്ച അല്ലേ ബറാബാസ്? ആയിരിക്കാം. എനിക്കിവിടുന്ന് ഒരു ചുവട് പോലും വെക്കാൻ കഴിയുന്നില്ല. അനങ്ങിയാൽ ആ നാണയങ്ങളുടെ കിലുക്കം എന്റെ ചെവികളിൽ മുഴങ്ങുകയാണ്. ബറാബാസ്, എനിക്കൊരുപകാരം ചെയ്യാമോ? ഉപകാരമോ? എന്തുപകാരം? കഴിയുമെങ്കിൽ ആ നാണയ കിലുക്കങ്ങളുടെ ശബ്ദം എന്നിൽ നിന്ന് നിങ്ങൾക്കൊന്നേറ്റെടുക്കാമോ? ഇല്ല, നീ എന്താണ് ഈ പറയുന്നത്? ആ നാണയക്കിലുക്കങ്ങളുടെ ശബ്ദം എന്നോട് ഏറ്റെടുക്കണമെന്നോ? ഇല്ല ഇല്ല യൂദാസ്, അത് നിന്റെ ഗുരുവിന്റെ ചോരയുടെ വിലയാണ്. അതിന്റെ ഭാരം താങ്ങാനുള്ള ശക്തി ഈ ബറാബാസിനില്ല യൂദാസ്. മനുഷ്യകുലത്തിൽ പിറന്ന ആർക്കാണ് അതിന്റെ ഭാരം താങ്ങാനാവുക? നികൃഷ്ടമാണ് എന്റെ ഈ ജന്മം. യൂദാസ്, ഇന്ന് നിന്റെ ഗുരു പറഞ്ഞ 3-ാം ദിവസമാണ്. ഒരുപക്ഷെ അവന്റെ ഉയർപ്പിന് നിനക്ക് സാക്ഷിയാകാൻ കഴിഞ്ഞാൽ നിനക്ക് ഇതിൽ നിന്നും മോചനം നേടാം. പക്ഷേ അതിന് ഈ മഹാപാപി യോഗ്യനാണ്. നസ്രായിന്റെ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്ന പടയാളികൾ വരുന്നുണ്ട്. അവരുടെ കണ്ണിൽപ്പെടാതെ നമുക്ക് മാറി നിൽക്കാം. ഇന്ന് നസ്രായൻ മരിച്ചിട്ട് 3 ദിവസമാകുന്നു. അന്ന് തുടങ്ങിയ കാവൽ നിൽപ്പ. ഞാൻ തീർത്തും ക്ഷീണിതനാണ്. ആ ജെറുസലേം ദേവാലയം നശിപ്പിച്ചാൽ 3 ദിവസം കൊണ്ട് ആ നസ്രായൻ പുനരുദ്ധരിക്കുമെന്നല്ലേ ആ പുരോഹിതന്മാരോട് വീമ്പടിച്ചത്? അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ആർക്കറിയാം. ഞാൻ ഏതായാലും ഒന്ന് മയങ്ങാൻ പോവുകയാണ്. നീ കാവൽ നിന്നോണേ.
അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. അല്ല, നീ വല്ലതും കണ്ടോ? ഒരു വലിയ വെളിച്ചത്തിൽ നിന്ന് ആ നസ്രായനെ പോലൊരാൾ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു. അവനെ പൊതിഞ്ഞ ആ പിള്ളക്കച്ചയല്ലാതെ അവൻ അവിടെയില്ല. എനിക്ക് പേടിയാവുന്നു. നമ്മൾ എന്താണ് ഇനി ചെയ്യുക? നമുക്ക് വേഗം ഗവർണറെ അറിയിക്കാം. വേഗം വേഗം വാ. ബറാബാസ്, ബറാബാസ്, എന്റെ ഗുരു ഉയർത്തെഴുന്നേറ്റു. നീ കണ്ടോ ബറാബാസ്? നീ കണ്ടോ എന്റെ ഗുരുവിന്റെ ഉയർപ്പ്? ഇല്ല 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 യൂദാസ്, ഒരു വലിയ വെളിച്ചമല്ലാതെ എനിക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. നിനക്ക് ആ വെളിച്ചമെങ്കിലും കാണാൻ കഴിഞ്ഞല്ലേ? പക്ഷെ ആ വെളിച്ചം പോലും എനിക്കു നിഷേധിക്കപ്പെട്ടല്ലോ ബറാബാസ്. പശ്ചാത്താപം തീണ്ടിട്ടില്ലാത്ത എന്റെ ഈ മനസ്സിൽ നിറയെ കൂരിട്ടാണല്ലോ. ഇല്ല ഇല്ല, ഇനി ഈ മണ്ണിൽ യൂദാസിന് സ്ഥാനമില്ല. ഞാൻ പോകുക ബറാബാസ്. ഈ വെറുക്കപ്പെട്ടവന്റെ നിഴല് പോലും കാര്യനിഴലാണല്ലോ. യൂദാസ്, അരുത്, നീ പോകരുത്. പശ്ചാത്താപത്തിലൂടെ നിനക്ക് നിന്റെ ഗുരുവിന്റെ വെട്ടം കാണാനാകും. ആരോ വരുന്നുണ്ട്. യേശുവേ, യേശുവേ, അങ്ങ് എവിടെയാണ്? എന്റെ കർത്താവായ യേശുവിനെ ഇവിടുന്ന് ആരാണ് എടുത്തുകൊണ്ടുപോയത്? തോട്ടക്കാരാ, നിങ്ങളാണോ എന്റെ യേശുവിനെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയത്? അല്ലല്ലേ? പിന്നെ ആരാണ് എന്റെ യേശുവിനെ എടുത്തുകൊണ്ടുപോയത്? സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? ആരെയാണ് നീ അന്വേഷിക്കുന്നത്? താങ്കൾ തോട്ടക്കാരനല്ലേ? യജമാനനെ, അങ്ങാണ് എന്റെ യേശുവിനെ എടുത്തുകൊണ്ടുപോയതെങ്കിൽ അദ്ദേഹത്തെ എവിടെ വെച്ചെന്ന് പറയുക. ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. മറിയം, റബ്ബോനി, എന്റെ ഗുരുവേ. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടണമെന്നുള്ള തിരുവെഴുത്ത് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുത്തേക്ക് കയറിപ്പോവുന്നു എന്ന് പറയുക. ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടു. മറിയം, ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക. എന്നിൽ വിശ്വസിച്ച് പശ്ചാത്താപത്തിലൂടെ ആരെങ്കിലും മാനസാന്തരപ്പെട്ടാൽ അവർ എൻ്റെ ഒപ്പം എന്നും പറുദീസായിൽ ഉണ്ടായിരിക്കും. കുരിശിൽ എൻ്റെ വലതുവശത്തു കിടന്ന കള്ളൻ ഒരു നിമിഷം കൊണ്ട് മാനസാന്തരപ്പെട്ടപ്പോൾ അവന് പറുദീസായിൽ ഇടം കിട്ടിയെങ്കിൽ യൂദാസിനും ബറാബാസിനും അത്
അസാധ്യമായിരിക്കില്ല. പശ്ചാത്താപത്തിലൂടെ എന്നിലേക്ക് വരുന്ന ഏതൊരുവനിലും ഉയർപ്പിൻ്റെ അനുഭവം ദൃശ്യമാക്കപ്പെടുക തന്നെ ചെയ്യും.